So next we can pass on to the next part of structural organization in animals, morphology and anatomy of cockroach. കോക്രോച്ചിൻ്റെ മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, കോക്രോച്ചിൻ്റെ അനാറ്റമി മീൻസ് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ സി ഇറ്റ് ബിലോങ്സ് ടു ഫൈലം ആർത്രോപോഡ. നിങ്ങൾ പഠിച്ചിരിക്കുന്നതാണ്. ക്ലാസ് ഇൻസെക്റ്റ, ജീനസ് പെരിപ്ലാനറ്റ, സ്പീഷീസ് അമേരിക്കാന. സോ സയൻറ്റിഫിക് നെയിം ഓഫ് കോക്രോച്ച് പെരിപ്ലാനറ്റ അമേരിക്കാന. ദേ ആർ നൊക്ടേണൽ എന്ന് വെച്ചാൽ രാത്രിയിൽ ആക്റ്റീവാണ്. ഒംനിവോറസ് ദാറ്റ് ഫീഡ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. എന്താണ് കിട്ടുക വേസ്റ്റ് ആയിട്ട് അതൊക്കെ കഴിക്കും. അത് ലിവ് ഇൻ ഡാം പ്ലേസസ്, ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് നോർമലി കാണുക. ദെൻ ഇറ്റ്സ് കളർ ഈസ് ബ്രൗൺ ഓർ ബ്ലാക്ക്. നമ്മൾ സാധാരണ കാണുന്ന കോക്രോച്ച് ആണെങ്കിൽ ഈ പിക്ചറിലുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ ഈ കളർ കോക്രോച്ചിനെ കാണാറ്. ബ്രൈറ്റ് യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ കളേർഡ് കോക്രോച്ചസ് ആർ ഓൾസോ സീൻ ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ്. ട്രോപ്പിക്കൽ റീജിയൻസിൽ, അതായത് നമ്മുടെ റീജിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ അവിടെ റെഡ് കളർ ഗ്രീൻ കളറൊക്കെ കാണാം എന്നാണ് പറയുന്നത്. പക്ഷെ കോമൺലി നമ്മൾ വീട്ടിലൊക്കെ കാണുന്നത് ഇതാണ്, ഈ കോക്രോച്ച് ആണ്. ദെൻ ഇറ്റ് സൈസ് varies from 1/4 inches to 3 inches. Almost 0.6 to 7.6 centimeter ആണ് ഒരു കോക്രോച്ചിൻ്റെ നീളം. The adults are about 34 to 53 millimeter long. Then body is covered by a hard brown chitinous exoskeleton. Here the skeleton അല്ലെങ്കിൽ ബോഡിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എക്സോസ്കെലറ്റൻ ആണ്, മേഡപ്പ് ഓഫ് കൈറ്റിൻ. ദെൻ ബോഡി മോർഫോളജി. ഇൻ ഈച്ച് സെഗ്മെന്റ്, അപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇൻ ഈച്ച് സെഗ്മെന്റ് എക്സോസ്കെലറ്റൻ ഹാസ് ഹാർഡൻഡ് പ്ലേറ്റ്സ് കോൾഡ് സ്ക്ലീറൈറ്റ്സ്. കോക്രോച്ചിൻ്റെ ബോഡിയിൽ കുറേ പീസസ് ആണ്, കുറേ സെഗ്മെന്റ്സ് ആണുള്ളത്. ഓരോ സെഗ്മെന്റ്സിലും ഹാർഡായിട്ടുള്ള പ്ലേറ്റ്സ് ഉണ്ട്. ആ പ്ലേറ്റ്സിനാണ് സ്ക്ലീറൈറ്റ്സ് എന്ന് പറയുക. ആ സ്ക്ലീറൈറ്റ്സിൻ്റെ ഡോഴ്സൽ പാർട്ടിനെ നമ്മൾ ടെർഗൈറ്റ്സിനും, ഡോഴ്സൽ സൈഡിൽ നിന്ന് കോക്രോച്ച് കിടക്കുന്ന സാധാരണ രീതിയിൽ കിടക്കുന്ന ഭാഗമാണ് ഡോഴ്സൽ സൈഡ്, അതിൻ്റെ പുറം ഭാഗം. ഇനി താഴെ വരുന്ന ഭാഗമാണ് വെൻട്രൽ സൈഡ്, ഇത് സ്റ്റേർണൈറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റേർണൈറ്റ്സും ടെർഗൈറ്റ്സും. ഈ ഓരോ സെഗ്മെന്റ്സും ജോയിൻ ചെയ്തിരിക്കുന്നത് തിൻ ഫ്ലെക്സിബിൾ ആർട്ടിക്കുലാർ മെംബ്രെയിൻ കോൾഡ് ആർത്രോഡിയൽ മെംബ്രെയിൻ. ഓരോ പീസസും ഓരോ സെഗ്മെന്റ്സും ജോയിൻ ചെയ്തിരിക്കുന്നത് ആർത്രോഡിയൽ മെംബ്രെയിൻ വഴിയാണ്. ദ ബോഡി ഹാസ് 3 regions, ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. 3 പാർട്സ് ആയിട്ട് ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സോ ഫസ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ the parts included in head. Triangular head is formed by 6 fused segments. Head ഒരു triangular shape ആണ്, formed by 6 fused segments. 6 segments fuse ചെയ്തിട്ടാണ് ഹെഡ് ഉണ്ടായിരിക്കുന്നത്. It shows great mobility in all directions due to flexible neck. ഹെഡ് ബാക്കിയുള്ള ബോഡി പാർട്ടിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ റീജിയനെ നമ്മുടെ പോലെ കഴുത്ത് അല്ലെങ്കിൽ നെക്ക് എന്ന് പറയുന്നു. ഹിയർ നെക്ക് ഈസ് വെരി മച്ച് ഫ്ലെക്സിബിൾ. അതുകൊണ്ട് എല്ലാ ഡയറക്ഷൻസിലും, ഒരുവിധം എല്ലാ ഡയറക്ഷൻസിലും അതിന് നോക്കാൻ സാധിക്കും, ഹെഡ് മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഹെഡിൽ വേറെ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഇറ്റ് ബെയേഴ്സ് എ പെയർ ഓഫ് ത്രെഡ് ലൈക്ക് ആന്റിനെ. ആന്റിനെ നമ്മൾ കണ്ടിട്ടില്ലേ, കോക്രോച്ചിനെ കാണുമ്പോൾ ഹെഡിൽ നിന്ന് 2 ആന്റിനെ നിൽക്കാം. എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ആണുള്ളത്. ഒരു പെയർ കോമ്പൗണ്ട് ഐസ് ഹെഡ് റീജിയനിലുണ്ട്. ആൻഡ് ഓൾസോ ബൈറ്റിംഗ് ആൻഡ് ച്യൂയിങ് ടൈപ്പ് മൗത്ത് പാർട്സ് ഉണ്ട്. ബൈറ്റിങ്ങും ച്യൂയിങ് ടൈപ്പ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിന് കാണുക. ഈ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ഹെഡിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ മൗത്ത് പാർട്സ് എന്തൊക്കെയാണ് കോക്രോച്ചിൻ്റെ? ഫസ്റ്റ് ലേബ്രം. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രാക്ടിക്കൽസ് ഓൾസോ. ഇത് ലേബ്രം ആണ്, അപ്പർ ലിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് താഴെ നോക്കൂ, ലേബിയം. ദിസ് ഇസ് എ ലോവർ ലിപ്പ്. ആൻഡ് ഹൈപ്പോഫാരിങ്സ്, ഇതാണ് നമ്മുടെ ടങ്ങിനോട് ഈക്വലന്റ്, നമ്മുടെ നാവിനോട് ഈക്വലന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഹൈപ്പോഫാരിങ്സ്. ദെൻ 2 മാൻഡിബിൾസ് ആൻഡ് 2 മാക്സില്ലേ. ദിസ് കംപ്ലീറ്റ്സ് ദ മൗത്ത് പാർട്സ് ഓഫ് കോക്രോച്ച്. ദെൻ തൊറാക്സ് റീജിയനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ദിസ് ഇസ് ദ പ്രോതൊറാക്സ്. ദെൻ മീസോതൊറാക്സും താഴെ വരുന്ന ഭാഗം മെറ്റാതൊറാക്സ്. ഈച്ച് തൊറാസിക് സെഗ്മെന്റ് ബെയേഴ്സ് എ പെയർ ഓഫ് വാക്കിംഗ് ലെഗ്സ്. തൊറാസിക് സെഗ്മെന്റിൽ ഓരോ പെയർ വാക്കിംഗ് ലെഗ്സ് പ്രസന്റ് ആണ്. കൂടാതെ 2 പെയർ വിങ്സും കോക്രോച്ചിനുണ്ട്. 4 വിങ്സ് 2 എണ്ണവും ഹൈൻഡ് വിങ്സ് 2 എണ്ണവും. 4 വിങ്സ് ആർ മീസോതൊറാസിക് ഓർ ടെഗ്മിന. അതിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ഒപ്പേക്ക്, ലൈറ്റ് കടത്തിവിടാത്ത തരം ഒരു സ്ട്രക്ചറാണ് വിങ്സിന്. 4 വിങ്സിന് ഡാർക്കാണ്, ലെതറി ഫീലിംഗ് ഉണ്ട്, ഒരു സോഫ്റ്റ് ടച്ച് ആണ് തൊട്ട് നോക്കുമ്പോൾ. ആൻഡ് കവർ ദ ഹൈൻഡ് വിങ്സ് വെൻ അറ്റ് റെസ്റ്റ്. അപ്പോൾ 4 വിങ്സ്
ഹൈൻഡ് വിങ്സിനെ കവർ ചെയ്തായിരിക്കുക കോക്രോച്ച് പറക്കാതിരിക്കുന്ന സമയങ്ങളിൽ. ദെൻ ഹൈൻഡ് വിങ്സ് ആർ മെറ്റാതൊറാസിക്. ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ പറയുന്നത് കേട്ടോ. മെറ്റാതൊറാസിക് ട്രാൻസ്പെറൻ്റ് ആണ്. മീൻസ് ഫോർ വിങ്സ് ഒപ്പേക്ക് ആണെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ലൈറ്റ് പാസ് ചെയ്യും. മെംബ്രെയിനിയസ് വളരെ തിന്നാണ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഫ്ലൈറ്റ്. പറക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈൻഡ് വിങ്സ് ആണ്. അബ്ഡോമിനൽ റീജിയൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 10 സെഗ്മെന്റ്സ്. അബ്ഡോമിനിൽ 10 സെഗ്മെന്റ്സ് ഉണ്ട്. ഇൻ ഫീമെയിൽസ് 7th ബോട്ട് ഷേപ്ഡ് സെഗ്മെന്റ് ആണ്. 7th ബോട്ടിന്റെ ഷേപ്പിലാണ് 7th സെഗ്മെന്റ്. 7th സെഗ്മെന്റ് 8th ആൻഡ് 9th സ്റ്റേണ ഫോം എ ബ്രൂഡ് പൗച്ച് ഓർ ജെനിറ്റൽ പൗച്ച്. അപ്പോൾ ഫീമെയിൽസിൽ 7th 8th 9th ഈ 3 സെഗ്മെന്റ്സും കൂടി ജോയിൻ ചെയ്ത ഒരു ബ്രൂഡ് പൗച്ച് ഫോം ചെയ്യുന്നുണ്ട്. ആ ബ്രൂഡ് പൗച്ചാണ് കോക്രോച്ചിന്റെ ആക്ച്വൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഫീമെയിൽ ഗോണോപോർ, സ്പെർമാതീക്കൽ പോർസ് ആൻഡ് കൊളാറ്ററൽ ഗ്ലാൻഡ്സ് ഇത്രയും പ്രസന്റ് ആണ്. ദിസ് ആർ ഓൾ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് കോക്രോച്ച്. ഫീമെയിൽ ഗോണോപോർ, സ്പെർമാതീക്കൽ പോർസ് ആൻഡ് കൊളാറ്ററൽ ഗ്ലാൻഡ്സ്. ഇൻ മെയിൽസ്, മെയിലിൽ എങ്ങനെയാണ്? ജെനിറ്റൽ പൗച്ച് ലൈസ് അറ്റ് ദ ഹൈൻഡ് എൻഡ് ഓഫ് അബ്ഡോമൻ, bounded dorsally by 9th and 10th terga and ventrally by 9th sternum. മെയിൽസിൽ ജെനിറ്റൽ പൗച്ച് അബ്ഡോമന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് കാണുക. അതിന്റെ ഡോഴ്സൽ സൈഡിൽ 9th 10th ടെർഗയുണ്ട്. ടെർഗൈറ്റ്സ് നമ്മൾ കണ്ടു. 9th 10th സെഗ്മെന്റ്സ് കാണാം. വെൻട്രൽ സൈഡിൽ 9th സ്റ്റേണവും പ്രസന്റ് ആണ്. ഈ രണ്ട് പാർട്സിന്റെ ഉള്ളിലാണ് മെയിലിലെ ജെനിറ്റൽ പൗച്ച് കാണുക. ഈ ജെനിറ്റൽ പൗച്ചാണ് മെയിലിലെയും റീപ്രൊഡക്റ്റീവ് പാർട്ട്. അവിടെ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻസ് ഡോഴ്സൽ ഏനസ്, വെൻട്രൽ മെയിൽ ജെനിറ്റൽ പോർ ഓർ ഗോണോപോർ ആൻഡ് ഗൊണാപ്പോഫൈസിസ്. ദീസ് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് എ മെയിൽ കോക്രോച്ച്. ഇൻ ബോത്ത് സെക്സസ്, അതായത് മെയിലിലും ഫീമെയിലും, 10th സെഗ്മെന്റ് ബെയേഴ്സ് എ പെയർ ഓഫ് ജോയിന്റഡ് ആനൽ സർക്കി. 10th സെഗ്മെന്റിൽ മെയിലിലും ഫീമെയിലിലും ആനൽ സർക്കി കാണാം. നിങ്ങൾക്ക് നോക്കിയാൽ ആനൽ സർക്കസ് കണ്ടോ? പ്ലൂറിലാണ് ആനൽ സർക്കി പറഞ്ഞത്. മെയിൽ ബെയേഴ്സ് എ പെയർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് ആനൽ സ്റ്റൈൽസ്. മെയിലിന് എക്സ്ട്രാ ഒരു പാർട്ടും കൂടി ഉണ്ട്. ആനൽ സ്റ്റൈൽസും മെയിലിന് പ്രസന്റ് ആണ്. ഇത് മെയിലിനെയും ഫീമെയിലിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഫീച്ചറാണത്. ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച്. എന്തൊക്കെയാണ് മെയിലിനും ഫീമെയിലിന്റെയും മെയിൻ ഡിഫറൻസസ്? മെയിൽസ് ആർ ലാർജർ ഇൻ സൈസ്, ഫീമെയിൽസ് ആർ സ്മോളർ ഇൻ സൈസ്. ഇൻ ദ കേസ് ഓഫ് മെയിൽസ്, wings extend beyond the tip of the abdomen. Abdominal region കഴിഞ്ഞിട്ടും wings extend ചെയ്ത് നിൽക്കും മെയിലില്. ഫീമെയിലില് it do not extend beyond the tip of abdomen. But this is the male cockroach. കണ്ടോ? അബ്ഡോമൻ കഴിഞ്ഞിട്ടും അതിന്റെ ചിറക് നിൽക്കുന്നുണ്ട്. ഇവിടെ അബ്ഡോമൽ റീജിയന്റെ വരെ ചിറകുള്ളൂ. Then abdomen is narrow. അതെ, ഭയങ്കര നാരോ ആയിട്ടുള്ള അബ്ഡോമൻ, ഒതുങ്ങിയ അബ്ഡോമൻ ആണ്. ഇവിടെ അബ്ഡോമൻ is broad. ഫീമെയിലില് ബ്രോഡ് അബ്ഡോമൻ ആണ്. In the case of male, anal styles present ആണ്. Female it is absent. And brood pouch is absent in male but it is present in female. These are the major differences between male and female cockroach. ഇനി digestive system of cockroach. Alimentary canal mainly 3 parts ആണുള്ളത്. foregut, midgut, hindgut. foregut എന്താണ്? It is lined by cuticle. ഒരു cuticle, thick cuticle covering foregutനുണ്ട്. foregutൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്? mouth, pharynx, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്. ഇത്രയും പാർട്സ് ആണ് ഫോർഗട്ടിൽ വരുന്നത്. അതിൽ ക്രോപ്പ് എന്ന് പറഞ്ഞ പാർട്ട് ഫുഡ് സ്റ്റോർ ചെയ്യാനും, ഗിസാർഡ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പ്രോവെൻട്രിക്കുലസ് എന്ന് പറയുന്ന പാർട്ട് ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനും സഹായിക്കുന്നു. അതിന് വേണ്ട സ്ട്രക്ചേഴ്സ് ഗിസാർഡിലുണ്ട്. ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ലെയർ ഓഫ് തിക്ക് സർക്കുലർ മസിൽസ് ആൻഡ് തിക്ക് ഇന്നർ ക്യൂട്ടിക്കൽ ഫോമിംഗ് 6 കൈറ്റനസ് പ്ലേറ്റ്സ്. അപ്പോൾ ഗിസാർഡിൽ ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ്? മസ്കുലർ സർക്കുലർ മസിൽസ് ഉണ്ട് ആൻഡ് 6 കൈറ്റനസ് പ്ലേറ്റ്സും ഉണ്ട്. ടീത്ത് പോലെ, ഗ്രൈൻഡിങ് ടീത്ത് വേണമല്ലോ, അപ്പോൾ ടീത്ത് പോലെയുള്ള 6 ടീത്ത് പോലെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന 6 കൈറ്റനസ് പ്ലേറ്റ്സും ഗിസാർഡിൽ കാണാം. മസിൽസും കൈറ്റ്സും ഇത് രണ്ടും കൂടി സഹായത്തോടെയാണ് കോക്രോച്ച് ഫുഡ് ഗ്രൈൻഡ് ചെയ്യാം. ദെൻ മിഡ് ഗട്ട് ഓർ മിസെൻഡറോൺ. ഇറ്റ് ഈസ് നോട്ട് ലൈൻഡ് ബൈ ക്യൂട്ടിക്കിൾ. തിക്ക് ലൈനിങ് അവിടെ ഇല്ല. പക്ഷേ അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് 6 to 8 ട്യൂബ്യൂൾസ്, hepatic or gastric CK are seen at the junction of foregut and midgut. ഫോർഗട്ടിനെയും മിഡ്ഗട്ടിനെയും ജംഗ്ഷൻ ഇടയിലുള്ള ഭാഗത്ത് ഹെപ്പാറ്റിക് CK അല്ലെങ്കിൽ ഗാസ്ട്രിക് CK കാണാം. അതിന് 6 to 8 ട്യൂബ്യൂൾസ് പ്രസന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം ഹെപ്പാറ്റിക് CK. ഫിംഗർ ലൈക്ക് കുറേ സ്ട്രക്ചേഴ്സ്, ടെൻഡക്കിൾ പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, കണ്ടുവോ? ആൻഡ് വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഹെപ്പാറ്റിക് CK? സെക്രീറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസ്.
At the junction of midgut and hindgut, there are 100 to 150 yellow colored thin filamentous malphigian tubules. അപ്പോൾ മിഡ്ഗട്ടിൽ വേറൊരു പാർട്ടും കൂടി ഉണ്ട്, കുറച്ചും കൂടി താഴത്തേക്ക്, ഹെപ്പാറ്റിക് സീക്ക് കഴിഞ്ഞ് കുറച്ചും കൂടി താഴത്തേക്ക് വന്നാൽ 100 to 150 യെല്ലോ കളറിലാണ്, കറക്റ്റായിട്ട് നല്ല യെല്ലോ കളറിലാണ് കാണുക. തിന്നായിട്ടുള്ള ചെറിയ ഫിലമെന്റ്സ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ഹെപ്പാറ്റിക് സീക്കയും മാൽഫീജിയൻ ട്യൂബ്യൂൾസും കാണുന്നത് കോക്രോച്ചിന്റെ എലിമെന്ററി കനാലിന്റെ മിഡ് ഗട്ടിലാണ് കാണുക. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് ആക്ച്വൽ എക്സ്ക്രീറ്ററി പാർട്ട് ഓർ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് കോക്രോച്ച്. Now we can see hindgut. It is broader than midgut and lined internally by cuticle. അപ്പോൾ മിഡ്ഗട്ടിനെ കുറച്ചുകൂടി വിഡ്ത്ത് ഉള്ളതാണ്, അതിൻ്റെ ഇന്റേണൽ ആയിട്ട് ക്യൂട്ടിക്കൽ ലൈനിങ് ഉണ്ട്. ഹൈൻഗട്ടിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ? ഇലിയം, കോളൻ ആൻഡ് റെക്ടം. ദിസ് ഇസ് ഇലിയം, ദെൻ കോളൻ, റെക്ടം. റെക്ടം ഓപ്പൺസ് ഔട്ട് ത്രൂ ഏനസ്. റെക്ടം പുറത്തേക്ക് തുറക്കുന്നത് ഏനസ് എന്ന ഓപ്പണിംഗ് വഴി. Now we can see the circulatory system of cockroach. ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്, സോ ഒരു ക്ലോസ്ഡ് ബ്ലഡ് വെസൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. ആൻഡ് ഓൾ ദ തിങ്സ്, എല്ലാ ബോഡി ടിഷ്യൂസും ഓർഗൻസും ഒക്കെ കാണുന്നത് ഒരു ഓപ്പൺ സ്പേസിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ഹീമോസീൽ. ആ സ്പേസിനെ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിനെ ഹീമോസീൽ എന്നാണ് പറയുക. ഹീമോസീലിൽ കാണുന്ന ഫ്ലൂയിഡ്, ബോഡി ഫ്ലൂയിഡ് ആണ് ഹീമോലിംഫ്. അപ്പോൾ എല്ലാ വിസറൽ ഓർഗൻസ്, ഓൾ ദ വിസറൽ ഓർഗൻസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹീമോസീൽ ആർ ബേത്ത്ഡ് ഇൻ ദ ബ്ലഡ്. കോക്രോച്ചിന്റെ ബ്ലഡ് ആക്ച്വലി ബ്ലഡ് എന്നല്ല നമ്മൾ പറയുക, ഹീമോലിംഫ് എന്നാണ് പറയുക. കോക്രോച്ചിനെ അടിച്ചു കൊല്ലുമ്പോൾ ഒരു വൈറ്റ് കളേർഡ് സാധനം പുറത്തേക്ക് വരും, ദാറ്റ് ഈസ് ഇറ്റ്സ് ഹീമോലിംഫ്. ഹീമോലിംഫ് ഈസ് കളർലെസ് പ്ലാസ്മ പ്ലസ് ഹീമോസൈറ്റ്സ്. അപ്പൊ ഹീമോലിംഫിലുള്ളത് കളർലെസ് ആയിട്ടുള്ള പ്ലാസ്മയും ഹീമോസൈറ്റ്സ് എന്ന സെൽസും ആയിരിക്കും. നൗ ഇറ്റ് ഈസ് ഹാർട്ട് എങ്ങനെയാണ്, കോക്രോച്ചിന്റെ ഹാർട്ട് എങ്ങനെയാണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ നെക്സ്റ്റ് പാർട്ടാണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഹാർട്ട്. ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ വെൻട്രിക്കിൾ, ഓറിക്കിൾ അങ്ങനെ ഡിവൈഡഡ് ചേമ്പേഴ്സ് ഒന്നും ഇല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് മസ്കുലർ ട്യൂബ്. കണ്ടറിയോ, വലിയൊരു ട്യൂബ് ലൈയിങ് along the mid dorsal line of thorax and abdomen. thoraxന്റെ അബ്ഡോമിന്റെയും ഒരു മിഡിൽ റീജിയനിൽ റൺ ചെയ്യുന്ന ഒരു മസ്കുലർ ട്യൂബ് മാത്രമാണ് ഹാർട്ട്. ഹാർട്ടിന്റെ ഓരോരോ പാർട്സും ഫണൽ ഷേപ്ഡ് കുറേ ചേമ്പേഴ്സ് ഉണ്ട്, അത് പുറത്തേക്ക് ഓസ്റ്റിയ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് വഴി തുറക്കുന്നു. ബോഡി പാർട്സ് എന്നുള്ള ബ്ലഡ് ഹാർട്ടിലേക്ക് എൻ്റർ ചെയ്ത് അത് ഓസ്റ്റിയ വഴി എൻ്റർ ചെയ്യുന്നു. ഇറ്റ് ഈസ് പംപ്ഡ് ആൻറ്റീരിയർലി. ഇവിടെ നിന്ന് വീണ്ടും ഓരോരോ പാർട്സിലേക്കും പമ്പ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഹാർട്ടിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ കോക്രോച്ചിന്റെ സർക്കുലേറ്ററി സിസ്റ്റം. Now we can see the respiratory system of cockroach. It consists of a network of trachea. Trachea ആണ് മെയിൻ ആയിട്ടുള്ള പാർട്ട്. That open through 10 pairs of small holes called spiracles present on the lateral side of body. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ മെയിൻ പാർട്ട് ട്രക്കിയ ആണ്. ട്രക്കിയെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് 10 ചെറിയ ചെറിയ ഹോൾസ് വഴിയാണ്. ആ ഹോൾസിനെയാണ് സ്പൈറക്കിൾസ് എന്ന് പറയുന്നത്. ഈ ട്രക്കിയ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് കോൾഡ് ട്രക്കിയോൾസ്. ഈ ട്രക്കിയോൾസ് ആണ് ദ ക്യാരി ഓക്സിജൻ ഫ്രം ദ എയർ ടു ഓൾ പാർട്സ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, എയറിൽ നിന്ന് ഓക്സിജൻ എടുത്ത് അത് എല്ലാ ബോഡി പാർട്സിലേക്കും, ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ എന്നാലും എല്ലായിടത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ട്രക്കിയോൾസ് ആണ്. ദ ഓപ്പണിംഗ് ഓഫ് സ്പൈറക്കിൾസ്, സ്പൈറക്കിൾസ് വഴിയാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു ട്രക്കിയ അല്ലേ. ഈ സ്പൈറക്കിൾസിന്റെ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ചില വാൽവ്സ് ആണ് സ്പിങ്ക്ചേഴ്സ്. ഗ്യാസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് അറ്റ് ദ ട്രക്കിയോൾസ് ബൈ ഡിഫ്യൂഷൻ. ട്രക്കിയോൾസിലാണ് മെയിൻലി ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക. അത് നടക്കുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറവ് സ്ഥലത്തേക്ക് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുക. അങ്ങനെ തന്നെയാണ് ഡിഫ്യൂഷൻ നടക്കുക. അപ്പോൾ എയർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് മൂവ്മെന്റ് നടക്കുന്നു. അങ്ങനെ ഡിഫ്യൂഷൻ വഴി എല്ലായിടത്തും ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് ട്രക്കിയോൾസിൽ നടക്കും. Now we can see the excretory system of cockroach. Cockroaches are uricotelic. That means they excrete nitrogenous waste in the form of uric acid. Uric acid ആയിട്ടാണ് excrete ചെയ്യുക. Excretory organ is malphigian tubules. നേരത്തെ കണ്ടു മിഡ് ഗട്ടിലുള്ള യെല്ലോ ഫിലമെന്റ് സ്ട്രക്ചർ ആണ് malphigian tubule. അതാണ് കോക്രോച്ചിന്റെ മെയിൻ excretory organ. Each tubule is lined by glandular and ciliated cells. രണ്ട് തരം glandular cellum ciliated cellsum malphigian tubules കാണാം. They absorb nitrogenous waste and convert them into uric acid. So main function of malphigian tubule എന്താ? ബോഡിയിൽ ഓരോ മെറ്റബോളിക് റിയാക്ഷൻസും കഴിഞ്ഞുണ്ടാവുന്ന നൈട്രോജനസ് വേസ്റ്റ് അബ്സോർബ് ചെയ്ത് അതിന് യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഹൈൻഡ് ഗട്ട് വഴി പുറത്തേക്ക്, ഏനസ് വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാം. ദെൻ ഫാറ്റ് ബോഡി
നെഫ്രോസൈറ്റ്സ് ആൻഡ് യൂറിക്കോസ് ഗ്ലാൻഡ്സ് ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ക്രീഷൻ. അപ്പോൾ ഇത് ഈ വർഷം കഴിഞ്ഞ വർഷം വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പാർട്സ് വിച്ച് ഹെൽപ്പ് ഇൻ ദ എക്സ്ക്രീഷൻ ഓഫ് കോക്രോച്ച് അതർ ദാൻ മാൽഫീജിയൻ ട്യൂബ്യൂൾസ്? മാൽഫീജിയൻ ട്യൂബ്യൂൾസ് കൂടാതെ എക്സ്ക്രീഷന് കോക്രോച്ചിനെ സഹായിക്കുന്ന വേറെ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന്. അപ്പോൾ പറയുന്ന ആൻസർ ഇതാണ്: ഫാറ്റ് ബോഡി, നെഫ്രോസൈറ്റ്സ് ആൻഡ് യൂറിക്കോസ് ഗ്ലാൻഡ്സ്. അതും എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണ് അവർക്കുള്ളത്. നെക്സ്റ്റ് ഈസ് നെർവസ് സിസ്റ്റം ഓഫ് കോക്രോച്ച്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് segmentally arranged ganglia joined by paired longitudinal connectives on the ventral side. Ventral side എന്ന കോക്രോച്ചിന്റെ താഴെ ഭാഗമാണ് വെൻട്രൽ സൈഡ്. നമ്മൾ കാണുന്ന പറക്കാൻ നിൽക്കുന്ന പൊസിഷൻ മുകൾ ഭാഗം ഡോഴ്സൽ സൈഡും താഴെ ഭാഗം വെൻട്രൽ സൈഡാണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന പോലെ ഹൈലി ഡെവലപ്ഡ് അല്ല നമുക്കറിയാം, ചെറിയൊരു ഓർഗാനിസം ആണ്, ചെറിയൊരു ഇൻസെക്റ്റ് ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റം ഉണ്ടാവുള്ളൂ. അവിടെ എന്താ ഗാംഗ്ലിയ പ്രസന്റ് ആണ്. ഗാംഗ്ലിയ കണ്ടറിയാം, ചെറിയ ചെറിയ മസിൽ മാസാണ് ഗാംഗ്ലിയ. ഉണ്ടോ ഇവിടെ ഒരു ഗാംഗ്ലിയ, അനദർ ഗാംഗ്ലിയ. ഈ ഗാംഗ്ലിയാസ് ഉണ്ട്, സെഗ്മെന്റലി അറേഞ്ച്ഡ് ആണ്, ഓരോ സെഗ്മെന്റ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗാംഗ്ലിയ. ബോഡിയുടെ സെഗ്മെന്റ്സ് അനുസരിച്ചാണ് ഗാംഗ്ലിയയുടെയും അറേഞ്ച്മെന്റ്. ഈ ഗാംഗ്ലിയാസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ബൈ പെയർഡ് ലോഞ്ചിറ്റ്യൂഡിനൽ കണക്റ്റീവ്സ്. ഓരോ സൈഡിലും ഗാംഗ്ലിയ ജോയിൻ ചെയ്തിട്ടുണ്ട്. 3 ഗാംഗ്ലിയ ലൈൻ ദ തൊറാക്സ് ആൻഡ് 6 ഇൻ ദ അബ്ഡോമൻ. 3 ഗാംഗ്ലിയ തൊറാക്സ് റീജിയനിൽ കാണാം, 6 ഗാംഗ്ലിയ അബ്ഡോമൻ റീജിയനിലും കാണാം. ഹെഡ് ഹോൾഡ്സ് ഓൺലി ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഹെഡിൽ നെർവസ് സിസ്റ്റത്തിന്റെ ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം പാർട്സും തൊറാസിക് റീജിയനിലെ അബ്ഡോമൻ റീജിയനിലാണ് കാണാം. അപ്പോൾ നെർവസ് സിസ്റ്റം, നമ്മുടെയൊക്കെ ബോഡിയിൽ നെർവസ് സിസ്റ്റത്തിന്റെ മെയിൻ പാർട്ട് ബ്രെയിൻ ആണ്, അത് ഹെഡിലാണ് ഉള്ളത്. പക്ഷെ കോക്രോച്ചിന്റെ കേസിൽ ഹെഡിൽ നെർവസ് സിസ്റ്റത്തിന്റെ കാര്യമായിട്ടുള്ള ഭാഗമൊന്നുമില്ല. നെർവസ് സിസ്റ്റം മുഴുവനായിട്ട് കാണുന്നത് തൊറാക്സും അബ്ഡോമൽ റീജിയനിലാണ്. അത് ബ്രെയിനോ നല്ല ഒരു ഗാംഗ്ലിയ എന്ന് പറയുന്ന മസിൽ മാസായിട്ടാണ് കാണുന്നത്. റിമൈനിങ് പാർട്ട് ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ വെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പൊ ഹെഡിൽ ചെറിയൊരു ഭാഗമേ ഉള്ളൂ. സോ ഇഫ് ദ ഹെഡ് ഓഫ് ദ കോക്രോച്ച് ഇസ് കട്ട് ഓഫ് ഇറ്റ് വിൽ സ്റ്റിൽ ലീവ് ഫോർ 1 week. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോക്രോച്ചിന്റെ ഹെഡ് മുറിഞ്ഞാലും ബാക്കി പാർട്സിൽ ആണ് നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അത് മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ഒരാഴ്ച വരെ തലയില്ലാതെ കോക്രോച്ചിനും ജീവിക്കാൻ സാധിക്കും. വൈ? ബിക്കോസ് ദ ഹെഡ് ഹോൾഡ്സ് ഓൺലി എ ബിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. Most part of or important parts of nervous system is seen on the thorax and abdominal region. The supraesophageal ganglion, അതാണ് ആക്ച്വലി ബ്രെയിൻ എന്ന് പറയുന്നത്. ഗാംഗ്ലിയോൺ തന്നെയാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. മുകൾ ഭാഗത്ത് കാണുന്ന ആ പാർട്ടിനെയാണ് സൂപ്രാ ഈസോഫാഗൽ ഗാംഗ്ലിയോൺ, അല്ലെങ്കിൽ ഹെഡ് റീജിയനിൽ കാണുന്ന ഗാംഗ്ലിയോൺ ആണ് അത്. ഇറ്റ് സപ്ലൈസ് നെർവ്സ് ടു ആന്റീന ആൻഡ് കോമ്പൗണ്ട് ഐസ്. അപ്പൊ തലയുടെ ഭാഗത്തുള്ള ആന്റീനയിലും കോമ്പൗണ്ട് ഐസിലേക്കും നെർവ്സ് സപ്ലൈ ചെയ്യുന്നത് സൂപ്രാ ഈസോഫാഗൽ ഗാംഗ്ലിയോൺ ആണ്. Then സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് കോക്രോച്ചിന്റെ സെൻസ് ഓർഗൻസ്? ആന്റീന, ഐസ്, മാക്സിലറി പാൽപ്സ്, ലേബിയൽ പാൽപ്സ്, ആനൽ സർക്കി, ഇതൊക്കെയാണ് കോക്രോച്ചിന്റെ സെൻസ് ഓർഗൻസ്. സെൻസറി റിസപ്റ്റേഴ്സ് ഓഫ് ആന്റീന മോണിറ്റർ ദ എൻവയോൺമെന്റ്. ആന്റീനയിൽ സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോക്രോച്ച് അറിയാൻ പറ്റുന്നത് ഈ ആന്റീനയിലുള്ള റിസപ്റ്റേഴ്സ് വഴിയാണ്. ഇനി അതിന്റെ ഐസിന് ഒരു പ്രത്യേകതയുണ്ട്. കോമ്പൗണ്ട് ഐസ് ആണ് കോക്രോച്ചിനുള്ളത്. ഈച്ച് കോമ്പൗണ്ട് ഐ കൺസിസ്റ്റ് ഓഫ് അബൌട്ട് 2000 ഹെക്സഗണൽ ഒമറ്റീഡിയ. അപ്പോൾ കോമ്പൗണ്ട് ഐ ഫോം ചെയ്തിരിക്കുന്നത് ഒമറ്റീഡിയ എന്നൊരു പാർട്ട് കൊണ്ടാണ്. അപ്പോൾ എത്ര ഒമറ്റീഡിയ ഉണ്ട്? 2000 ഹെക്സഗണൽ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാ? 8 കോർണേഴ്സ് ഉള്ള സ്ട്രക്ചറിന് ഹെക്സഗൺ. അപ്പോൾ 8 അല്ല, 6 കോർണേഴ്സ് ഉള്ളതിന് ഹെക്സഗൺ എന്ന് പറയാം. അപ്പോൾ 2000 ഹെക്സഗണൽ ഒമറ്റീഡിയ കൊണ്ടാണ് കോക്രോച്ചിന്റെ കോമ്പൗണ്ട് ആയി ഉണ്ടാക്കിയിരിക്കുന്നത്. യൂസിങ് ദിസ് എ കോക്രോച്ച് ക്യാൻ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് എൻ ഒബ്ജക്ട്. അപ്പോൾ കോക്രോച്ച് ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഓരോ ഒമറ്റീഡിയയിലും ആ ഒബ്ജക്റ്റിന്റെ പല തരത്തിലുള്ള ഇമേജസ് വരും. ദിസ് ഈസ് കോൾഡ് മൊസൈക് വിഷൻ. ഇതിനെയാണ് മൊസൈക് വിഷൻ എന്ന് പറയാം. അപ്പോൾ ഓരോ പാർട്ടിലും ഓരോ ഒമറ്റീഡിയയിലും വരുന്ന ഇമേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് ഹാസ് മോർ സെൻസിറ്റിവിറ്റി. പെട്ടെന്ന് ഒരു ചെറിയ മൂവ്മെന്റ് വരും കോക്രോച്ച് അറിയുന്നത് ഈ മൊസൈക് വിഷൻ ഉള്ളത് കൊണ്ടാണ്. സെൻസിറ്റിവിറ്റി കൂടുതലാണ്, ബട്ട് ലെസ് റെസൊല്യൂഷൻ, ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ബീങ് കോമൺ ഡ്യൂറിങ് നൈറ്റ്, കാരണം നൈറ്റിലായതുകൊണ്ട് റെസൊല്യൂഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ നൊക്ടേണൽ വിഷനാണ് ഉണ്ടാവുക. അപ്പോൾ മൊസൈക് വിഷൻ ആണ് ബിക്കോസ് ഇറ്റ് ഹാസ് കോമ്പൗണ്ട് ഐ ഹാസ് 2000 ഹെക്സഗണൽ ഒമറ്റീഡിയ ആൻഡ് ഈച്ച് ഒമറ്റീഡിയ റിസീവ് സെവറൽ ഇമേജസ് ഓഫ് എൻ ഒബ്ജക്ട്. അതുകൊണ്ട് വിഷനെ നമ്മൾ മൊസൈക് വിഷൻ എന്ന് പറയുന്നു. സെൻസിറ്റിവിറ്റി, മൊസൈക് വിഷന്റെ പ്രത്യേകത എന്താ? മോർ സെൻസിറ്റിവിറ്റി ആണ്, ബട്ട് ലെസ് റെസൊല്യൂഷൻ.
Then now we can pass on to the reproductive system of cockroach. First, male reproductive system. എന്തൊക്കെയാണ് male reproductive system parts? Pair of testes, seminal vesicles, accessory glands, external genitalia. ഇത്രയൊക്കെയാണ് male reproductive systemത്തിന്റെ important parts. Testes നിങ്ങൾക്ക് കാണാം. ദാ testes. കുറേ ചെറിയ ചെറിയ എക്സ് നിൽക്കുന്ന പോലെയുള്ള സ്മോൾ ഇതായിട്ടുള്ള ഒരു testes. Then seminal vesicles. Here the seminal vesicles. ഉണ്ടോ? This is seminal vesicles. Then അതിനോട് സഹായിക്കുന്ന ആക്സസറി ഗ്ലാൻസ് പുറത്തേക്ക് വരുന്ന ഓപ്പൺ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ടെസ്റ്റിസ് ലൈ ലാറ്ററലി ഇൻ ദ 4th and 6th അബ്ഡോമിനൽ സെഗ്മെന്റ്. ടെസ്റ്റിസ് 4ാമത്തെയും 6ാമത്തെയും സെഗ്മെന്റിന്റെ ഇടയിലാണ് ടെസ്റ്റിസ് സാധാരണ കാണുക. ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുന്നത് ടെസ്റ്റിസിന് താഴെ വരുന്ന നോക്കി ചെറിയ ഒരു തിൻ ആയിട്ടുള്ള ഒരു വാസ് ഡിഫറൻസ് എന്നൊരു ട്യൂബ് ഉണ്ട്. അത് എവിടേക്ക് എൻ്റർ ചെയ്യുന്നത്? നേരെ എൻ്റർ ചെയ്യുന്നത് സെമിനൽ വെസിക്കിളിലേക്ക്. സെമിനൽ വെസിക്കിൾ ഇജാക്കുലേറ്ററി ഡക്ട്, ദിസ് ഇസ് ദ ഇജാക്കുലേറ്ററി ഡക്ട്, ഈ യെല്ലോ കളറിൽ കാണുന്നത് അതിലേക്ക് കൊടുക്കുന്നു. അത് പുറത്തേക്ക് മെയിൽ ഗോണോപോർ വഴി ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാത്വേ. സെമിനൽ വെസിക്കിൾസ് എന്ത് ചെയ്യുക? ഇറ്റ് സ്റ്റോർ സ്പെർംസ്. ദ സ്പെർംസ് ആർ ഗ്ലൂഡ് ടുഗദർ ടു ഫോം ബണ്ടിൽസ് കോൾഡ് സ്പെർമാറ്റോഫോർസ്. സ്പെർംസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് സെമിനൽ വെസിക്കിൾസിൽ. ഈ സ്പെർംസ് എല്ലാം ഗ്ലൂ ചെയ്യുക, പശ വെച്ച് ഒട്ടിച്ച പോലെ ഒരു ബണ്ടിലായിട്ടാണ് കാണുക. അതിനെയാണ് സ്പെർമാറ്റോഫോഴ്സ് എന്ന് പറയുക. അത് കോപ്പുലേഷൻ സമയത്ത്, മേറ്റിംഗ് സമയത്ത് ഈ സ്പെർമാറ്റോഫോഴ്സ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. Then what are the accessory glands of male reproductive system of cockroach? It include a mushroom gland. ഒരു മഷ്റൂം ഗ്ലാൻഡ് ഉണ്ട്. 6th ഉം 7th ഉം സെഗ്മെന്റിന്റെ ഭാഗങ്ങളിൽ തന്നെയാണ് ഈ മഷ്റൂം ഗ്ലാൻഡ് കാണുക. ആൻഡ് ഫാലിക് ഗ്ലാൻഡ്. ഫാലിക് ഗ്ലാൻഡ് ഓൾസോ പ്രസന്റ്. ഫാലിക് ഗ്ലാൻഡ് ഇവിടെ കാണാം അതിന്റെ പിക്ചർ. ഫാലിക് ഗ്ലാൻഡ് സെമിനൽ വെസിക്കിളിന്റെ തൊട്ട് മുകളിൽ. എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മെയിൽ ഗൊണാപ്പോഫൈറ്റ്സ് ഓർ ഫാലോമിയസ്. കൈറ്റിനസ് എസിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് സറൗണ്ടിങ് മെയിൽ ഗോണോപോർ. മെയിൽ ഗോണോപോറിന്റെ പുറത്ത് വരുന്ന കൈറ്റിനസ് ആയിട്ടുള്ള എസിമെട്രിക്കൽ സ്ട്രക്ചറിനെയാണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അത്ര ഒരു പാർട്ടേ പുറത്തേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കോക്രോച്ചിന്റെ. Now we can pass on to the female reproductive system of cockroach. എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ്? 2 large ovaries, 2 വലിയ ഓവറീസ് ഉണ്ട് യെല്ലോ കളറിൽ. ഓവിഡക്സ്, ഓവിഡക്റ്റ്, സ്പെർമാത്തീക്ക, സ്പെർമാത്തീക്കയും കാണാം. ഓവറി, ഇത് ഓവിഡക്റ്റ്, ദെൻ താഴെ ഒരു ബലൂൺ പോലെ ഇരിക്കുന്നത് സ്പെർമാത്തീക്ക. ദെൻ ജെനിറ്റൽ ചേംബർ, ദിസ് ഇസ് ദ ജെനിറ്റൽ ചേംബർ ഓഫ് കോക്രോച്ച്. ആൻഡ് കൊളാട്രിയൽ ഗ്ലാൻഡ്സ്, സഹായിക്കുന്ന കുറച്ച് ഗ്ലാൻഡ്സും അതിനോട് ചേർന്ന് സഹായിക്കുന്ന ഗ്ലാൻഡ്സ് ആണ് കൊളാട്രൽ ഗ്ലാൻഡ്സ്. ഇതൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ്. ഓവറീസ് ലൈ ലാറ്ററലി ഇൻ ദ 2nd and 6th അബ്ഡോമിനൽ സെഗ്മെന്റ്. അപ്പോൾ 6ാമത്തെയും 2ാമത്തെയും സെഗ്മെന്റിന്റെ ഇടയിലാണ് ഓവറീസ് കാണുക. ഈച്ച് ഓവറീസ് ഫോംഡ് ഓഫ് 8 ഓവേറിയൻ ട്യൂബ്യൂൾസ്. 8 ഓവേറിയൻ ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്തിട്ടാണ് ഓവറി ഫോം ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്നിങ് എ ചെയിൻ ഓഫ് ഡെവലപ്പിംഗ് ഓവ. ഓവ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ചെയിൻ തന്നെയുണ്ട് ഇതിൽ ഓവറിയൻ ട്യൂബ്യൂൾസിൽ. ഓവിഡക്ട്സ് ഓഫ് ഈച്ച് ഓവറി യുണൈറ്റ് ഇൻ ടു സിംഗിൾ മീഡിയൻ ഓവിഡക്ട്. അപ്പോൾ ഓരോ ഓവറിയുടെയും ഓവിഡക്ട് ജോയിൻ ചെയ്തൊരു മീഡിയൻ ഓവിഡക്ട് ഫോം ചെയ്ത് അത് പുറത്തേക്ക് ജെനിറ്റൽ ചേംബർ വഴി ഓപ്പൺ ചെയ്യപ്പെടുന്നു. ഇതാണ് ഊത്തിക്ക. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കോക്രോച്ചുകളുടെ സ്ഥലങ്ങളിൽ നോക്കി കാണാം. ദിസ് ഇസ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ്. ഇതിൻ്റെ ഉള്ളിലാണ് കോക്രോച്ചിൻ്റെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞുള്ള എക്സ് കാണുന്ന കേട്ടോ. അപ്പോൾ ഇത് നശിപ്പിച്ചാൽ കോക്രോച്ചസ് പിന്നെ ഉണ്ടാവില്ല. ഇത് വളരെ കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈർപ്പുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഒരു അറ്റാച്ച് ചെയ്തവരാണെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കുക, അത് ഒട്ടിച്ചു വെച്ച പോലെയാണ് ഇരിക്കുക. മരത്തുമ്മയും ഒക്കെ ഇരിക്കാനാണ് കാണാൻ മിക്കവാറും. അപ്പം അതിൽ നിന്നാണ് അത് പുറത്തേക്ക് വരിക. ഫേവറബിൾ കണ്ടീഷൻസ് വന്ന് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് വരിക ചെയ്യുക. മിക്കവാറും ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അത് കാണുക. A pair of spermatheca is present in the 6th segment which opens into the genital chamber. അപ്പോൾ 6ാമത്തെ സെഗ്മെന്റിൽ ഒരു സ്പെർമാത്തീക്ക ഉണ്ട്. അത് പുറത്തേക്ക് സ്പെർമാത്തീക്ക കാണുന്നു. അത് ജെനിറ്റൽ ചേംബർ വഴി ഓപ്പൺ ചെയ്യുന്നു. Sperms are transferred to the spermatophores. Their fertilized eggs are encased in oothecae. Fertilize ചെയ്ത എഗ്ഗാണ് ഈ ഊത്തിക്കയിൽ കാണുക. Oothecae is dark reddish to blackish brown capsule, 8 mm long. വളരെ ചെറുതാണ്, ഒരു ബ്ലാക്കിഷ് ബ്രൗൺ കളറിലാണ് കാണുക. ഫീമെയിലിലെ 9 to 10 ഊത്തിക്ക ഈച്ച് കണ്ടെയ്ൻ 14 to 16 eggs. അപ്പോൾ 9-10 ഊത്തിക്ക ഒരു ഫീമെയിൽ ഇടും. ഓരോ ഊത്തിക്കയിലും 14 തൊട്ട് 16 എക്സ് വഴിയുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടായാൽ വളരെയധികം കോക്രോച്ചസ് വീട്ടിലുണ്ടാവും. Then development of Periplaneta americana is porometabolous development through nymphal stage. അപ്പോൾ ചെറിയൊരു
ഒരു നിംഫ് ഉണ്ട്, അതായത് അഡൾട്ടിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള നിംഫ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിംഫ് ഉണ്ടായിട്ട് പിന്നെയാണ് അഡൾട്ടിന്റെ പോലെ ഫുള്ളി എല്ലാ ഓർഗൻസും ഡെവലപ്ഡ് ആവുക. ആ ഒരു ഡെവലപ്മെന്റിനെയാണ് പോറോ മെറ്റബോളസ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ലാർവയല്ല, ലാർവ എന്ന് പറഞ്ഞാൽ അഡൾട്ടിനേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പക്ഷെ നിംഫ് എന്ന് പറഞ്ഞാൽ അഡൾട്ട് പോലെ തന്നെ ഇരിക്കുന്നതാണ്. കോക്രോച്ചിന്റെ ചെറുതിനെ കണ്ടാൽ നമുക്ക് കോക്രോച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ്. ദേ മോൾട്ട് 13 ടൈംസ്. അപ്പോൾ കോക്രോച്ചിന്റെ നിംഫ്സ് ആ ചെറുത് മോൾട്ട് 13 ടൈംസ് 13 പ്രാവശ്യം മോൾട്ടിങ് നടന്നിട്ടാണ് അഡൾട്ടായി മാറുക. ദ നെക്സ്റ്റ് ടു ലാസ്റ്റ് ലിംഫൽ സ്റ്റേജ് ഹാസ് വിങ് പാർട്സ്. അപ്പോൾ ആദ്യം അതിന് വിങ്സോ വിങ് പാഡ്സോ ഉണ്ടാവില്ല. അപ്പോൾ ഫൈനൽ അഡൾട്ട് ആവണതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ മാത്രമേ വിങ് പാഡ്സ് ഉണ്ടാവുള്ളൂ. ഓൺലി അഡൾട്ട് കോക്രോച്ചസ് ഹാവ് വിങ്സ്. അഡൾട്ട് കോക്രോച്ചസിന് മാത്രമേ വിങ്സ് ഉണ്ടാവുള്ളൂ. കണ്ടോ, ആദ്യം ഒരു പുഴു പോലെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഊത്തിക്കന്ന് പുറത്തേക്ക് വരുന്നതാണ്. അത് കഴിഞ്ഞാൽ മോൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 13 മോൾട്സ് കഴിഞ്ഞിട്ട് മാത്രമേ ഇറ്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി ഫുള്ളി ഗ്രോൺ അഡൾട്ട്. ദെൻ ഇക്കോണമിക് ഇമ്പോർട്ടൻസ് ഓഫ് കോക്രോച്ച്. എന്താണ് കോക്രോച്ചിന്റെ ഇക്കോണമിക് ഇമ്പോർട്ടൻസ്? ദേ ആർ പെസ്റ്റ്. എല്ലാ കോക്രോച്ചസും പെസ്റ്റ് ആണ് അല്ലേ, അതായത് അത് അസുഖങ്ങൾ പരത്തും. ബിക്കോസ് ദേ ഡിസ്ട്രോയ് ഫുഡ് ആൻഡ് കണ്ടാമിനേറ്റ് ഇറ്റ് വിത്ത് ദെയർ സ്മെല്ലി എക്സ്ക്രീറ്റ. ഭക്ഷണം നശിപ്പിക്കും, അതായത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് നശിപ്പിക്കും. കൂടാതെ അതിൻ്റെ മുകളിൽ അതിൻ്റെ സ്മെല്ലി എക്സ്ക്രീറ്റ് ഇട്ട് അതൊരു മണം വരും നമുക്ക് കോക്രോച്ചിനുള്ള ഭാഗങ്ങളൊക്കെ. ദേ ഓൾസോ ട്രാൻസ്മിറ്റ് ബാക്ടീരിയൽ ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ്, ട്യൂബർക്ലോസിസ് എക്സെട്ര. അപ്പോൾ പല ഡിസീസസും ട്രാൻസ്മിറ്റ് ചെയ്യാനും കോക്രോച്ച് ഉണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോക്രോച്ചിനെ നമുക്ക് അധികം പെസ്റ്റാണ്, ഒരു കീടമാണത്. അപ്പോൾ അതിനെ നശിപ്പിക്കണം, അതല്ലെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് അസുഖങ്ങൾ അത് പരത്തും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് cockroach. നമ്മൾ അനാറ്റമിയും മോർഫോളജിയും കണ്ടു കോക്രോച്ചിൻ്റെ. സോ ഹിയർ കംസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ.